വറഹ്മത്തുള്ളാ. അപ്പോൾ ഇൻഷാല്ലാ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്, പാർട്ട് 2. ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവറി വൺ ഇൻക്ലൂഡിങ് ദ ഗാർഡനർ ഇൻ ടു ദ ഹൗസ്. അപ്പോൾ വാം ബ്രീസ്, ചൂടുള്ള കാറ്റ്. ബ്രീസ് എന്ന കാറ്റ്. ബ്രീസ് സാധാരണ മന്ദമാരുതനാണ്, ഇളം കാറ്റിനാണ് അത് ബ്രീസ് എന്ന് പറയാം. അപ്പോൾ വാം ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താവും? ചെറിയ ചുടുകാറ്റ്. ഓഫ് അപ്രോച്ചിങ് സമ്മറിൽ വരുന്ന, അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ വരുന്ന എന്നൊക്കെ അർത്ഥം. അപ്രോച്ചിങ് സമ്മർ, ചൂടുകാലത്ത് വരുന്ന ഈ ഇളം ചുടുകാറ്റ് ഹാഡ് സെൻറ്റ് എവരിവൺ, എല്ലാവരെയും അയച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദ ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടം നോക്കുന്ന ആൾ, തോട്ടം തൊഴിലാളി. അപ്പോൾ ഗാർഡൻ പരിപാലിക്കുന്ന ആളെയും അടക്കം, ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ അയാളടക്കം, ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ട്, ഇൻക്ലൂഡിങ് ദ ഗാർഡനർ അടക്കം ഇൻ ടു ദ ഹൗസ്, വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് ചുടുകാലമായപ്പോൾ എല്ലാവരും ഉണ്ടായി അവരുടെ വീട്ടിലേക്ക് പോയി. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി, എനിക്കെന്തുണ്ട് ഉറക്കം വരുന്ന, എനിക്ക് തോന്നുന്നുണ്ട് എന്ത്, ഡ്രൗസി മൈസെൽഫ്, എനിക്ക് സ്വയം എന്താകുന്നുണ്ട് ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ആൻഡ് ഹാവ് എ സ്വിം വിത്ത് രാമു ആൻഡ് ദ ബഫലോസ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട്, ആശ്ചര്യത്തോടു കൂടി, ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്, ഞാൻ ഇങ്ങനെ പോണ്ടന കുളത്തിലേക്ക് പോയാലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആൻഡ് ഹാവ് എ സ്വിം, അങ്ങനെ ഒരു മുങ്ങൽ, സ്വിം എന്നാലും നീന്തുക, ഒരു നീന്തൽ നടത്തിയാലോ, വിത്ത് രാമു ആൻഡ് ദ ബഫലോ, രാമുവിനോട്, എൻ്റെ കൂട്ടുകാരനായ രാമുവിനോട് കൂടെയും, അതുപോലെ തന്നെ ബഫലോ എന്ന പോത്തുകളുടെ കൂടെയൊക്കെ ഒന്ന് നീന്തിയാലോ, ഒന്ന് കുളത്തിൽ പോയി നീന്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയൊരു കറുത്ത നിറത്തിലുള്ള മൂർഖനെ ഞാൻ കണ്ടപ്പോൾ, ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ മെല്ലെ എഴഞ്ഞു നീങ്ങുക. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലംബ് ഓഫ് കാക്ടസ്, ക്ലംബ് പറഞ്ഞാൽ കൂട്ടം, അതായത് ക്ലംബ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയുടെ കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു പാമ്പ്, ഇങ്ങനെ കറുത്ത കോബ്ര, കരിമൂർക്കൻ എന്താകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, എഴഞ്ഞ് നീങ്ങി പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ, എ മംഗൂസ് എമർജ്ഡ്, ഒരു ഹീര് പുറത്ത് വന്നു. എമർജ്ഡ് സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്, കെയിം ഔട്ട്, പുറത്ത് വരിക. എമർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. അപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞിങ്ങനെ പോവാണ്, ഒരു കോബ്ര എഴഞ്ഞു പോകുന്നതിനിടയിൽ ഒരു കീരി എന്തായി, പുറത്തോട്ട് വന്ന് ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ ബുഷ് പറഞ്ഞാൽ കുറ്റിച്ചെടികൾക്കിടെ പുറത്ത് വരികയും, ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ്, അത് നേരെ പോയി, ഫോർ ദ കോബ്രയുടെ അടുത്തേക്ക് ആ മംഗൂസ് എന്തായി, നേരെ കോബ്രയുടെ അടുത്തേക്ക് പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ബനിയൻ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അപ്പോൾ ഇൻ എ ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഓപ്പൺ സ്പേസ് ഇൻ എ ഫോറസ്റ്റ് വെർ ദർ ആർ നോ ട്രീസ്, മരങ്ങളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം, കാടിൻ്റെ നടുവിൽ മരങ്ങളില്ലാത്ത കുറച്ച് ഒഴിഞ്ഞ സ്ഥലം, അതിനാണ് എന്ത് പറയുക, ക്ലിയറായിട്ടുള്ള, വൃത്തിയായിട്ടുള്ള സ്ഥലം നടത്താം. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് എന്നാൽ താഴെ, ദ ബനിയൻ ട്രീയുടെ താഴെ കുറച്ച് എന്താണ് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല പ്രകാശമുള്ള സൂര്യൻ്റെ പ്രകാശം. ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ മുഖാമുഖം വന്നു. കോബ്രയും മംഗൂസും, കീരിയും പാമ്പും മുഖാമുഖം വന്നു. ദ കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a superb fighter, clever and aggressive. അപ്പോൾ ദ കോബ്ര അറിഞ്ഞു, ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്, എന്താണ് നന്നായിട്ട് അറിഞ്ഞു, കോബ്ര അറിഞ്ഞു എന്ത്, ഗ്രേ മംഗൂസ്, ഒരു ചാര നിറത്തിലുള്ളൊരു കീരിയെ ആര് മനസ്സിലാക്കി, കോബ്ര മനസ്സിലാക്കി. 3 feet long, 3 അടി ദൂരെ ആരെ കണ്ടു, കീരിയെ പാമ്പ് കണ്ടു. വാസ് എ സൂപ്പർ ഫൈറ്റർ, നല്ല സൂപ്പർബായിട്ടുള്ള, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഉഷാറായിട്ടുള്ള ഒരു ഫൈറ്ററാണ് ആര്, ഈ മംഗൂസ്. ക്ലെവർ, ബുദ്ധിമാനായിട്ടുള്ള, ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശക്തിയേറിയ. ബട്ട് ദ കോബ്ര, പക്ഷേ കോബ്ര ടു വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. അപ്പോൾ കോബ്ര എന്താണ്, ഒരു സ്കില്ലുള്ള, കഴിവുള്ള, അതുപോലെ തന്നെ
ആൻഡ് എക്സ്പീരിയൻസ്ഡ് പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഫൈറ്ററാണ് ആര് നമ്മുടെ ഈ കോബ്രയും. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് എ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് were full of deadly poison. It was to be a battle of champions. അപ്പോൾ he could move swiftly. അപ്പോൾ ഈ കോബ്രയ്ക്ക് ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ആൻഡ് സ്ട്രൈക്ക്, അത് ആക്രമിക്കാൻ കഴിയും, കടിക്കാൻ കഴിയും വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശ വേഗതയിൽ ആക്രമിക്കാൻ ആർക്ക് കഴിയും, ഈ കോബ്രയ്ക്ക് കഴിയും എന്നാണ് പറയുന്നത്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഷാർപ്പ് ടീത്ത് എന്നാണ്, അതായത് ഈ പാമ്പിൻ്റെ നാവിന് പറയുന്ന, പാമ്പിൻ്റെ പല്ലെന്ന് പറയും, പാമ്പ് കൊത്തുന്ന ആ നാവ്. അപ്പോൾ ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ. ദ സാക്സ് എന്നാൽ സഞ്ചി, ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ്, പാമ്പിൻ്റെ നീണ്ട മൂർച്ചയേറിയിട്ടുള്ള അതിൻ്റെ ഫാങ്സ്, പല്ലുകൾക്ക് പിറകിൽ എന്തുണ്ട്, ഒരു സാക്സ് ഉണ്ട്. സാക്സ് എന്ന സൈഡിൽ അർത്ഥം കൊണ്ടുണ്ട് എ പാർട്ട് ഓഫ് ആൻ ആനിമൽ ഓർ പ്ലാന്റ് ഷേപ്പ്ഡ് ലൈക്ക് എ ബാഗ്, ഒരു ബാഗ് പോലെയുള്ള, ഒരു കവർ പോലെയുള്ള ഒരു ഭാഗമാണ്, എന്നാണ് പറയുന്നത് സാക്സ് എന്ന് പറയാം. അപ്പോൾ പാമ്പിൻ്റെ പല്ലിൻ്റെ പിറകിലൊരു സാക്സ് ഉണ്ട്, ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിൽ എന്താണ് വേർ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ, അതിൽ മാരകമായിട്ടുള്ള വിഷമാണ്. ഡെഡ്ലി പറഞ്ഞാൽ മാരകമായിട്ടുള്ള, അല്ലെങ്കിൽ മരിക്കാനാവുന്ന, അതായത് അത് പാമ്പ് കൊത്തി കഴിഞ്ഞാൽ ഉടനെ മരിക്കും. അപ്പോൾ മാരകമായിട്ടുള്ള വിഷമാണെന്ത്, പാമ്പിൻ്റെ ആ സാക്സിലുള്ളത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, അത് വലിയ, അപ്പോൾ ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇതൊരു രണ്ട് യോദ്ധാക്കൾക്ക് തമ്മിലുള്ള ഒരു വലിയൊരു ഫൈറ്റാണ്, ഒരു യുദ്ധമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.